ഗുഡ് മോർണിംഗ്. എന്നോട് പരിചയപ്പെടുത്തി മനോജ് എന്നാണ് പേര്. എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. പലപ്പോഴും എന്നെ കണ്ടിട്ടുണ്ടാകും. ഇടയ്ക്ക് ഞാൻ പ്രോഗ്രാം ഹാളിൽ വരാറുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് വയട്ടോറിയം എന്ന ഈ കൺസെപ്റ്റ് 2021 ഡിസംബർ ലാസ്റ്റിൽ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. കാരണം ഒത്തിരി രോഗമുണ്ടായിരുന്നു. ഷുഗർ ഉണ്ടായിരുന്നു, BP ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. അതിനേക്കാൾ വലിയ രോഗമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ആരും ഉണ്ടാവില്ല. രോഗം വന്നാൽ പിന്നെയും ആൾക്കാരൊക്കെ ഒന്ന് നോക്കും, സഹായിക്കും, അല്ലേ? അത്യാവശ്യം ചികിത്സാ സഹായം, അതിനൊക്കെ ചില ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞാൽ എല്ലാവരും അകന്നു പോകും, ബന്ധുക്കൾ അകന്നു പോകും, സുഹൃത്തുക്കൾ അകന്നു പോകും, എല്ലാവരും കുറ്റപ്പെടുത്തും. അതിനെല്ലാം നശിച്ച് വീടൊക്കെ വിറ്റ് വാടകയ്ക്ക് കടബാധ്യതയായിട്ട് ഒരു വർഷങ്ങൾ താമസിച്ചൊരു വ്യക്തിത്വമാണ്. ആ അവസരത്തിലാണ് ദൈവത്തിന്റെ രൂപത്തിൽ വയറ്റോളിയം പ്രത്യക്ഷപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാനിത് കേട്ട അന്ന് മുതൽ ആ ദിവസം ആ മിനിറ്റിൽ ഞാൻ തീരുമാനിച്ചു ഇത് ഏറ്റെടുക്കണം. കാരണം അത്രയും നല്ല മിറാക്കിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കേരളത്തിൽ ആരും വാങ്ങിയിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല, ഒരു റിസൾട്ടും ഇല്ല. ഇപ്പൊ ഇവിടെ മേഡം റിസൾട്ട് പറഞ്ഞു, ഇല്ലേ? വേറൊരു മേഡം പറഞ്ഞു നിങ്ങൾക്ക് ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് ഉണ്ട്, റിസൾട്ട് കിട്ടിയ ആളൊന്ന് കൈവക്കിയേ പ്ലീസ് പ്ലീസ്. ആ കൊടു നല്ലൊരു കൈയടി, സൂപ്പർ കൈയടി. നമ്പർ 1 പ്രൊഡക്റ്റ്. ഒരു മരുന്നിനും ഇല്ല, ഒരു മെഡിക്കൽ സയൻസിന് പോലും ഇത്രയധികം ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലുള്ള എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ ക്രമപ്പെടുത്താൻ സാധിക്കുന്ന വേൾഡിലെ നമ്പർ 1 പ്രൊഡക്റ്റ് ആണ് ഈ വയട്ടോറിയം പ്രൊഡക്ട്സ്. യെസ് ഓർ നോ? യെസ്. അതാണ് ഞാൻ വാങ്ങി ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഇതിനെ കുറച്ച് കണ്ടമുണ്ട്, ഹിന്ദിയൊക്കെ അറിയുന്നതുകൊണ്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു. അടിപൊളി റിസൾട്ട് അവിടെ കിട്ടിയപ്പോ ഒന്നും ചിന്തിച്ചില്ല, വാങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ കാശില്ല. ദരിദ്രനാരായണ എനിക്ക് കാശില്ല. 22 വർഷം വാടക താമസിച്ചവനാ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പല ദിവസവും എന്റെ ഭാര്യ പ്രേരിപ്പിച്ചത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? 2 കുട്ടികൾ വയല് വിഷമൊഴിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ജീവിച്ചതാ. മനസ്സിലായ? കുട്ടികൾ ഇങ്ങനെ കളിക്കുമ്പോ ആ കുട്ടികളുടെ ആലോചിച്ച് നോക്കണം. ആ കുട്ടികൾക്ക് വിഷം വാങ്ങി ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഏറ്റെടുത്തു പണി തുടങ്ങി എന്റെ സുഹൃത്തുക്കളെ കടം വാങ്ങിച്ചാണ് ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തത്. അന്ന് മുതൽ ഓടാനും പോകാനും ഒന്നുമില്ല. ഞാൻ ഒരു സാധാരണക്കാരൻ. എനിക്ക് 2 വീലറില്ല, കാറില്ല, വീടില്ല, ഒന്നുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ചില സാധാരണക്കാർ ഇവിടെ ഉണ്ടാവും. ഇതേപോലെ കടബാധ്യതകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളെല്ലാം ഉണ്ടാവും. ഒരു കാരണവശാലും നിങ്ങൾ തളരാൻ വേണ്ടി പാടില്ല. സാമ്പത്തികമായിട്ട് നമ്മൾ തളർന്നിട്ടുണ്ടെങ്കിലും മാനസികമായി നിങ്ങൾ തളരരുത്. ആരോ റെഡി? റെഡിയാണോ? തളരാൻ വേണ്ടി പാടില്ല. തളർത്താൻ ആളുകൾ ഉണ്ടാവും, സ്വന്തം ബന്ധുക്കൾ ഉണ്ടാവും, സുഹൃത്തുക്കൾ ഉണ്ടാവും. ഒരു കാരണവശാലും നിങ്ങൾ തളരരുത്. ദൈവം നിങ്ങളെ തളർത്തിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താനുള്ള ശക്തിയുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഒരു സംശയവും വേണ്ട. വയറ്റോറിയം നിങ്ങൾ ഏറ്റെടുക്കണം, ഇന്ന് ഏറ്റെടുക്കണം. അന്ന് ഞാൻ ഏറ്റെടുത്തില്ല എന്ന് വിചാരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനൊന്ന് പഠിക്കട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ, എന്റെ കയ്യിൽ കാശില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഇപ്പൊ വന്നിട്ട് ഇതുപോലെ നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ? ഈ പാട്ടപ്പാപ്പെട്ടവന് ഒന്നും വേണ്ടെന്ന്, കാശും വേണ്ട, ഒന്നും വേണ്ട, വണ്ടിയും വേണ്ട, കാറും വേണ്ട, വീടും വേണ്ട. പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി നിങ്ങൾക്ക്. എല്ലാ പ്രശ്നവും ഒറ്റ വർഷം കൊണ്ട് തീർക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റും ഇൻകം പ്ലാൻ. ഇൻകം പ്ലാൻ ഈ പറഞ്ഞു എന്നല്ല, ഇൻകം പിക്ചർ അബീബി ബാക്കി ഹേ. ഇപ്പൊ തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ നമ്മുടെ യഥാർത്ഥ ഇൻകം. മനസ്സിലായ? യഥാർത്ഥ ഇൻകം തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. പുതിയ 3 ഇൻകം കൂടി ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ പുതിയ അപ്ഡേഷൻ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. 1, ബൈനറി സിസ്റ്റത്തിൽ ഇൻകം കിട്ടണമെങ്കിൽ എല്ലാവർക്കും അറിയാം. 2, ചാനലിലൂടെ ബിസിനസ് എടുക്കണം. നമുക്ക് എത്ര കാലുണ്ട്? 2 കാല്. എത്ര കൈയുണ്ട്? 2 കൈ. എത്ര കണ്ണുണ്ട്? 2 കണ്ണ്. എത്ര ചെവിയുണ്ട്? ഉണ്ടെന്നില്ല, എല്ലാം രണ്ടെണ്ണം. ആ 2എണ്ണത്തിലൂടെയും അല്ലെ എല്ലാം നടക്കണം. അതുപോലെ 2 ചാനലിലൂടെ ബിസിനസ് നടന്നാലാണ് ബൈനറിയിൽ വരുമാനം കിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിച്ച മാർക്കറ്റിംഗ് പ്ലാൻ ആണ് ബൈനറി പ്ലാൻ, നോ ഡൗട്ട്. എന്നാൽ നമ്മുടെ കമ്പനി ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ആദ്യമായിട്ട് സിംഗിൾ ലൈൻ പോയാലും വരുമാനം കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരേ ഒരു കമ്പനിയാണ് ഈ വയട്ടോറിയം. ഒരു സംശയമുണ്ട? സാഗർ ജോഷിക്ക് നല്ലൊരു കയ്യിൽ കൊടുക്ക്. ഡോക്ടർ സാഗർ ജോഷി നല്ലൊരു കയ്യിൽ കൊടുക്ക്. ഒരു 1 ലൈൻ പോയാലും ഇൻകം. ഇന്ന് വരെയും ഒരു പ്രൊഡക്റ്റ് കമ്പനി ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തൊരു പ്ലാൻ. എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? വായ തുറക്കണേ. സൂപ്പർ അല്ലേ? പറഞ്ഞേ. ഒറ്റ ലൈൻ പോയാലും കാശ്. അപ്പൊ ചില ആൾക്ക് സംശയം, സാറേ എന്റെ 2 ലൈനും പോകുന്നുണ്ടല്ലോ, കിട്ടുമോ? 2 ലൈൻ പോകുന്നത് 2 ലൈനിൽ കിട്ടാൻ വേണ്ടി പോവാ. അത് അഡീഷണൽ ഇൻകം ആണ്. നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ, 2 സ്പോൺസർ ഉണ്ട്. ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് എത്ര വരുമാനം കിട്ടുന്നുണ്ടോ അതിന്റെ 5%.
അയാൾക്ക് ഇന്ന് 20,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം 1000 രൂപ. അങ്ങനെ രണ്ടാൾക്ക് 20,000 ഉണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം എത്ര? അവിടുന്ന് 5%. 20,000-ന്റെ 5% എത്രയാ? 1000. മറ്റേ 20-ന്റെ 5% എത്ര? 1000. അപ്പൊ എത്ര കിട്ടി നിങ്ങൾക്ക്? 2000. ഒരാളെ ഉള്ളൂ 1000 കിട്ടി. ഇയാൾക്ക് 20,000 കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമിൽ വരുമാനം വേണ്ടേ? ഇപ്പൊ സെക്കൻഡ് ലെവലിൽ 3%, രണ്ടുപേർക്കും 10,000 ഉണ്ടെന്ന് ഇരിക്കാം സെക്കൻഡ് ലെവലിൽ. അപ്പൊ എത്ര കിട്ടും? 10,000-ന്റെ 3% എത്രയാ? കോഴിക്കോട് ഒരു കണക്കിൽ പറയുക. 10,000-ന്റെ 3% ശമ്പളം വേണോ? എന്താണിത്? 300 രൂപ. അപ്പൊ മറ്റേക്ക് 300, അപ്പൊ 600 ആയി, 1600 ആയി. അങ്ങനെ നമ്മുടെ ടോട്ടൽ 8 ലെവലിൽ നിന്നും ഡയറക്റ്റ് കൂടാതെ 7 ലെവൽ, ടോട്ടൽ 8 ലെവൽ 5, 3, 3, 3, 3, 3, ലാസ്റ്റ് ലെവൽ 2, ടോട്ടൽ കൂട്ടിയാൽ 25% ഇൻകം നമുക്ക് ഡെയിലി ഓരോ കട്ട് ഓഫ് കഴിയുന്നതോറും നിങ്ങളുടെ സിംഗിൾ ലൈൻ പോയാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇൻകമാണ് ഇൻകം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടിപൊളിയല്ലേ? എന്നെ അടുത്ത ഇൻകം. ഇപ്പൊ നമുക്ക് ഇൻകം കിട്ടുന്നത് എങ്ങനെയാ? 2 സൈഡിലും കൂടെ ബിസിനസ് നടത്തുമ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന അവയർനെസ്, ഫാമിലി ബോണസ്, നമ്മുടെ പെർഫോമൻസ് ബോണസ്. നമ്മുടെ ഹരികൃഷ്ണൻ സാറിവിടെ വളരെ സൂപ്പറായിട്ട് അവതരിപ്പിച്ചു അല്ലെ? എന്തൊരു പവറാണത് ഇതിന്റെ ദൈവം! എത്ര ഫോഴ്സാണ് സാറേ ഇതിന്റെ? എത്ര വോൾട്ടേജ് അടിച്ചത്? നല്ല കയ്യോടെ എടുത്ത് ഹരികൃഷ്ണൻ സാറിന് എന്ത് വോൾട്ടേജ് ആയിരുന്നു! വീട്ടിലേക്ക് ആയിരുന്ന ലക്ഷക്കണക്കിന് ശമ്പളം കിട്ടാൻ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങിയിരിക്കുക. ഹരികൃഷ്ണൻ സാറിന് അറിയാം അവിടെ 25 കൊല്ലം 30 കൊല്ലം കഴിയുമ്പോൾ കിട്ടുന്ന അക്കൗണ്ടിൽ കിട്ടുന്ന വരുമാനം ഇവിടുത്തെ വരുമാനം. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പവർ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ലീഗൽ ബിസിനസ് ആണ്. അല്ലാണ്ട് 4 പ്രൊഡക്റ്റ് വിട്ടിട്ട് കാശ് മേടിക്കുന്ന തട്ടിപ്പ് പരിപാടിയല്ല ഇത് കേട്ടാ. ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അംഗീകരിച്ച ലീഗൽ ബിസിനസ്സിന് വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് നിങ്ങളെന്ന് തിരിച്ചറിയണം. രണ്ടാളെ ചേർക്കുന്ന പരിപാടിയല്ല. അപ്പോഴാണ് നമ്മൾക്ക് ആവേശം ഉണ്ടാവുള്ളൂ, കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ, പ്രവർത്തിക്കാൻ ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ ഇൻകം നമ്മുടെ 2 ലെഗിലൂടെ പോകുന്ന വരുമാനം കിട്ടുമ്പോൾ ഓരോ കട്ട് ഓഫിൽ നമുക്ക് ഇപ്പൊ 36,000 കിട്ടുന്ന കണക്ക് പറഞ്ഞു ഇല്ലേ സാറ്? പറഞ്ഞില്ലേ? 1,36,000 കഥയും പറഞ്ഞു. ഓരോ കട്ട് ഓഫിലും നമ്മുടെ ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും ഉള്ള മെമ്പേഴ്സിന് ടോട്ടൽ, നമ്മുടെ ഒരു വിങ്ങിൽ 20 പേരുണ്ടെന്ന് വിചാരിച്ചോ, 20 പേർക്കും കൂടി 5,000 കൂടി 1 ലക്ഷം. മറ്റേ ആൾക്കും കൂടി എല്ലാവർക്കും കൂടി 2,000, 3,000, 4,000, 5,000 എല്ലാവരുടെയും കൂടി ചേർന്ന് 1 ലക്ഷം. ഇങ്ങനെ എപ്പോഴാണോ ആകുന്നത് അപ്പൊ നിങ്ങൾക്ക് കമ്പനി അഡീഷണൽ ആയിട്ട് ഒരു ബോണസ് തരും. ഡെഡിക്കേഷൻ ബോണസ്. എത്ര കിട്ടുന്നറിയോ? 15,000 രൂപ. ഇപ്പൊ ഒരു കട്ട് ഓഫിൽ കിട്ടുന്ന എമൗണ്ട് എല്ലാ TDS കഴിഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 15,075 രൂപ. ഇത് കൂടാതെ ഒരു 15,000 കൂടെ കിട്ടും. അപ്പൊ എത്രയായി? ഒരു കട്ട് ഓഫിൽ ഇത് മാത്രം 30,000. ഒരു മാസം ഒരു കട്ട് ഓഫ് പിടിച്ചോ എത്ര കിട്ടും? 30 × 30 9 ലക്ഷം രൂപ. ഈ ഇൻകം മാത്രം നിങ്ങൾക്ക് മേടിക്കാൻ പോലും സുഹൃത്തുക്കളെ. 9 ലക്ഷം രൂപ. ഒരു കട്ട് ഓഫ് 2 കട്ട് ഓഫ് ആണെങ്കിൽ 18 ലക്ഷം രൂപ വേണമെങ്കിൽ ഒരു മാസം വാങ്ങാം. ഡെഡിക്കേഷൻ ബോണസ്. ബാക്കിയുള്ള പിന്നീട് ലീഡർമാർ പറഞ്ഞു തരുന്നുണ്ട്, സമയമില്ല. പിന്നെ എനിക്ക് അധികം ഒരു ഇവിടുത്തെ ലീഡേഴ്സിന്റെ ഔദാര്യം കൊണ്ട് കിട്ടിയ ഒരു 5 മിനിറ്റ് ആണ്. ഇതിന്റെ ക്ലോസിംഗ് സെഷനിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ റിജോ കൈതാരാണ്. ചാലക്കുടിയുടെ അഭിമാനമാണ്. അടുത്ത കോടിപതിയാവാൻ വേണ്ടി പോകുന്ന ഗ്രേറ്റ് ലീഡറാണ് റിജോ സാർ. നല്ലൊരു കൈയ്യടി റിജോ സാറിന് വേണ്ടി കൊടുക്കുക. ഹരികൃഷ്ണൻ സാറ് നെക്സ്റ്റ് കോടിപതിയാണ്. ഇവിടെ ഷംനാനാണ് അടുത്ത കോടിപതിയാണ്. അതുപോലെ തന്നെ അജിലേഷ് സാർ ഇല്ലേ, ഗ്രേറ്റ് പേഴ്സണാലിറ്റി അജിലേഷ് സാർ അടുത്ത കോടിപതിയാണ്. അതുപോലെ തന്നെ ഷാജി സാറ്, മനോഹരൻ സാറ്, എല്ലാവരുടെയും പേരൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ അടുത്ത കോടീശ്വര പദവിയിലേക്ക് സിസ്റ്റത്തിലൂടെ വരാൻ വേണ്ടി തയ്യാറായ ആളുകളാണ്. കട്ടക്ക് പിടിച്ച് ഫൈറ്റ് ചെയ്യണം, മുമ്പിൽ നിന്ന് അടിക്കണം, എന്നാലേ ആവുള്ളൂ കേട്ടാ. പൊടക്കി പഠിച്ചിട്ട് കിടന്നാലും അസുഖം മാറും. കാശ് കിട്ടുന്ന എന്ത് വേണം? ഒരു മന്ത്രമില്ല. ആൾക്കാരോടൊക്കെ പറഞ്ഞോളൂ. രണ്ടാളോട് മുഴുവൻ പറഞ്ഞോളൂ. അവിടെ നിന്നേന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞത് കണ്ട കുപ്പി ഉണ്ടാവണം. കണ്ട ഒരു നാണവും കാണിക്കരുത്. പറയാൻ പഠിച്ച പൈസ വരില്ല കേട്ടാ. നമ്മള് പരദൂഷണം പറയാറില്ലേ? അതിനാണ് സമയം കൂടുതൽ കളയുന്നത്. അതുപോലെ പറയണം. ഓക്കെ, സമയമില്ല. അപ്പൊ ഇങ്ങനെ അച്ചീവ് ചെയ്യും. ഒരു തവണ 15,000 രൂപ അച്ചീവ് ചെയ്ത് നമുക്ക് ഒരു ട്രിപ്പ്, ജീവിതം ആസ്വദിക്കാനുള്ളതാ. ജീവിതം മുന്തിരിച്ച് അതുപോലെ ആസ്വദിക്കണം. അല്ലാണ്ട് കരഞ്ഞ നേരം വിളിച്ച് കുറ്റപ്പെടുത്തി ജീവിക്കാനില്ല ജീവിതം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു തവണ അച്ചീവ് ചെയ്താൽ ഒരു ഗോവ ട്രിപ്പ്. അങ്ങനെയുണ്ട്. ഈ ബോണസ് 2 തവണ അച്ചീവ് ചെയ്താൽ ഒരു തായ്ലൻഡ് ട്രിപ്പ്. പോണ്ടേ നമുക്ക് വിദേശത്ത്?
ലോകം മുഴുവൻ പറഞ്ഞാൽ ഞാൻ 2025 ഞാൻ മനോജ് തൃപ്പൂണിത്തുറ ഇവിടെ നിന്ന് കാണില്ല കേട്ടോ. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. വൈഫ് കുട്ടികൾ ഞാനും കൂടെ ഓരോ രാജ്യങ്ങൾ കാണാൻ വേണ്ടി പോവാ. പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 2.5 കോടികൾ എത്താനായി. 2.5 കോടി പാവും. എന്താ ചെയ്ത തെറ്റ്? ഒരു പ്രൊഡക്റ്റ് മേടിച്ചു, ഭർത്താവോട് പറഞ്ഞു എനിക്ക് കാറൊന്നും ഇല്ല കേട്ടാ. ഇപ്പം കാറൊക്കെ മേടിച്ച് വാടക വീട്ടിൽ കിടന്ന് എന്ത് കാറല്ലേ. ബസ്സിന് പോയി, ട്രെയിനിന് പോയി, അങ്ങനെ ഓരോ സ്ഥലത്ത് പോയി, ഓട്ടോറിക്ഷ പിടിച്ച് പോയി, അങ്ങനെ ഓരോരാളുകളെ വീട് ചെന്നിരുന്നിട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പേപ്പട്ടിനെ പോലെ ഓടിച്ചവരുണ്ട് നമ്മളെ. പക്ഷെ പിടിച്ചു നിൽക്കണം. ആളുകൾ വേണ്ടെന്ന് പറയുമ്പോൾ തകർന്നയോ ഞാനില്ലെന്ന് പറഞ്ഞിട്ട് മടക്കി കെട്ടി വീട്ടിൽ വെച്ചാൽ വിജയിക്കാൻ പറ്റില്ല. അത് റെഡിയല്ലേ? വിജയിക്കേണ്ടത് നമ്മൾക്ക് കരഞ്ഞു തീർക്കാനാണ് ജീവിതം അല്ല. അങ്ങനെ ഓരോന്നോരോന്ന് അച്ചീവ് ചെയ്യുമ്പോ 14 തവണ അച്ചീവ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാർ ഫണ്ട് 2,10,000 രൂപ. ഈ ഇൻകം 14 തവണ 14 ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യാം, 14 ആഴ്ച കൊണ്ട് അച്ചീവ് ചെയ്യാം, 14 മാസം കൊണ്ട് അച്ചീവ് ചെയ്യാം. ചോയ്സ് ഇസ് യുവേഴ്സ്. 2,10,000 രൂപ വരാൻ വേണ്ടി ഫണ്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, 6 മാസം കഴിഞ്ഞോ ഈ കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും ബയട്ടോറിയം എന്ന സ്റ്റിക്കർ വെച്ചിട്ടുള്ള 100 കാറുകൾ ഇറങ്ങാൻ വേണ്ടി പോവാ. ഒരു സംശയം വേണ്ട. 100 കാറുകൾ ഇറങ്ങും. ട്രാഫിക് ജാം ആവും. പുറകിൽ നോക്കുമ്പോ ബയട്ടോറിയം. എന്റെ ഒരു ഫോട്ടോ കൂടെ മുമ്പിൽ വെച്ചേക്കണം കേട്ടോ. അതല്ലേ പൊളിയല്ലേ? നമ്മള് കൊണ്ടുവന്നല്ലേ ഈ പ്രസ്ഥാനം അല്ലേ? ഞാൻ ഒറ്റക്കാലം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നപ്പോഴേ ശക്തിയായത്. ഒരുമിച്ച് നിന്നാൽ അപാര ശക്തിയാ. ഇർക്കിൽ കണ്ടില്ലേ നിങ്ങൾ? എന്താ ഇർക്കില് നല്ല നാട്ടിൽ പറയാം. അതിന് എത്ര ശക്തി ഉണ്ടാവും? പിടിച്ചാ കൂടി, 2 പിടിച്ചാലോ അതുകൂടി. കുറെ ഇർക്കിലുകൾ ചേർത്താൽ അപാരമായ ഒരു ശക്തിയാണ് അതിന് അല്ലേ? ശരിയല്ലേ? നമ്മൾ ശക്തിയില്ലാത്തവരാണെന്ന് കഴിവില്ല. നമ്മൾ ഒരുമിച്ച് ചേർന്നാൽ അപാരമായ ശക്തിയായിട്ട് മുന്നോട്ട് വന്നാൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാം. ഓരോരുത്തർക്കും വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കും. വിജയിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ശ്രമിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ നമ്മുടെ ടീം ഒരുമിച്ചുണ്ടാവും. അത് റെഡിയാണോ? ആവേശമുണ്ടോ? വിജയിക്കാൻ തയ്യാറുണ്ടോ? ഒന്ന് കൈവക്കിയാ വിജയിക്കണം ആഗ്രഹിക്കുന്ന ആളുകൾ എന്റെ പടച്ചോൻ എന്നോട്ട് നോക്കി നല്ലൊരു റെഡി ആവട്ടെ. സൂപ്പർ. ഇതാണ് കോഴിക്കോടിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇതാണ് കോഴിക്കോടിന്റെ ആവേശം. വിജയിക്കണം. വിജയിച്ചേ പറ്റുള്ളൂ നമുക്ക്. അടുത്ത കൂടെ ഞാൻ നിർത്താം. അങ്ങനെ 2,10,000 അല്ലട്ടാ. 34 തവണ അച്ചീവ് ചെയ്താൽ 5 ലക്ഷം രൂപ കാർ ഫണ്ട്. ആ കാർ വാങ്ങിച്ചിട്ട് വേറെ പുതിയ കാർ എടുത്ത് മനസ്സിലായ? 134 തവണ അച്ചീവ് ചെയ്താൽ 20 ലക്ഷം രൂപ കാർ ഫണ്ട്. പ്രീമിയം വണ്ടി എടുക്കാം നിങ്ങൾക്ക്. ഒരു കൈയുടെ കാറുകളുടെ ബഹളം വരാൻ വേണ്ടി പോവാ കേരളത്തിൽ ബയട്ടോറിയത്തിൽ. ഒരു സംശയം വേണ്ട. ഇനി ഇവിടെ ഒന്നും പ്രോഗ്രാം നടക്കൂലട്ടാ. കാർ വെക്കാൻ സ്ഥലമില്ല. ഇവിടെ വലിയ നല്ല ഹോട്ടൽ കണ്ടുപിടിച്ചോളാം ജലീൽ സാറേ കോഴിക്കോട് അല്ലേ? പാർക്കിംഗ് വേണം. അടുത്ത എന്താ? 236 തവണ അച്ചീവ് ചെയ്താല് 40 ലക്ഷം രൂപ ഹൗസ് ഫണ്ട് ഒരുമിച്ച് തരിക. പിടിച്ചാൽ 40 ലക്ഷം രൂപ. വീടില്ലാത്തവർ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് കമ്പനിയുടെ വക വീട്. ഇതുവരെ നിങ്ങൾ അധ്വാനിച്ച പൈസ കൂടെ ബാങ്കിൽ വെച്ചോ? ബാറ്റോറിയത്തിന്റെ ബോണസ് ഒക്കെ അവിടെ വെച്ചോ? എത്ര ദിവസം വേണം? 236 ദിവസം മതി. 2 തവണയുണ്ട് ഇല്ല, അതിന്റെ 10 ദിവസം മതി. നിങ്ങൾ തയ്യാറാവണം, പ്ലാൻ ചെയ്യണം, ഗോൾ അടിക്കണം, സെറ്റ് ചെയ്യണം. ഇതാണ് ഇൻകം പ്ലാൻ. അടുത്ത ഇൻകം കൂടെ പറഞ്ഞല്ലോ, തലബുദ്ധി കൊണ്ടുപോകുന്നത്. ഒറ്റ ഇൻകം കൂടെ എടുത്തു തീർന്നിട്ട് റീപർച്ചേസ്, പുതിയ പ്രൊഡക്റ്റ് വരാൻ വേണ്ടി പോവാ. അതിൽ നമ്പർ 1 നമ്മുടെ ബയട്ടോറിയത്തിന്റെ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകളെയും വെല്ലുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ആണ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അറിയോ നിങ്ങൾക്ക്? അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്. ബയട്ടോറിയത്തിന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ എത്ര വില ഉപയോഗിക്കാം? പിന്നെ അവർക്ക് വേണോ? വേണ്ട. പിന്നെ അടുത്താൾ വരൂടാ. 1,30,000 വിസ പോയിട്ടുള്ളൂ. കേരളത്തിൽ 4 കോടി ജനങ്ങളുണ്ട്. തുടങ്ങിയിട്ടില്ല. സാധ്യതയുണ്ട്. പക്ഷെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്? കർഷകർ പലതരം കൃഷി ചെയ്യുമ്പോ റിപ്പീറ്റ് ചെയ്ത് റീപർച്ചേസ് നടക്കില്ലേ? ഇല്ലേ? നെൽകൃഷി, വാഴകൃഷി, പച്ചക്കറി കൃഷി, റബ്ബർ കൃഷി, കശുവണ്ടി കൃഷി ഇല്ലേ? എന്ന് വേണ്ട, വീട്ടില് 3 സെന്റും 4 സെന്റും സ്ഥലമുള്ളവർ പോലും ഇന്ന് വീട്ടുമുറ്റത്ത് എന്ത് നടത്തുന്നുണ്ട്? പച്ചക്കൃഷിക്ക്, ടെറസിന്റെ മുകളിൽ കൃഷി ഇല്ലേ? ഇതിനെല്ലാം ആവശ്യമായ അടിപൊളിയായിട്ടുള്ള നാനോ ടെക്നോളജി അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പെസ്റ്റിസൈഡ്സ് ഇല്ലാത്ത, കെമിക്കൽസ് ഇല്ലാത്ത അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാൻ പോവാണ് എന്റെ മക്കളെ. ഇന്ത്യ രാജ്യം കർഷക രാജ്യമാണ്. എത്രയോ കോടിക്കണക്കിന് രൂപ റീപർച്ചേസിലൂടെ നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ശക്തമായ ഒരു ടീം ഉണ്ടാവണം. ക്ലിയർ ആയോ? അത് നമ്മൾ കൊണ്ടുവന്ന ഡയറക്റ്റ് നിങ്ങൾ കൊണ്ടുവന്ന ഒരാൾ ഒരു 50 രൂപയുടെ പർച്ചേസ് നടത്തിയാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് 1,400 രൂപ. എങ്ങനെയുണ്ട്?
അത് മാത്രമല്ല FMCG പ്രൊഡക്റ്റുകൾ, പേസ്റ്റ്, സോപ്പ്, ഷാമ്പു, പീമ്പു, എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രോസറി ഐറ്റംസ് എല്ലാം തന്നെ, പച്ചക്കറി സാധനങ്ങൾ, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലത്തെ എല്ലാ ഐറ്റംസും വരാൻ വേണ്ടി പോവാം. ഒരാൾ ഡയറക്റ്റ് കൊണ്ടുവന്ന ഒരാൾ പർച്ചേസ് ചെയ്യണത്തെ 1400. അതിന്റെ സെക്കൻഡ് ലെവലില്, അതായത് നമ്മുടെ ഫസ്റ്റ് ലെവലിൽ 900 രൂപ. അങ്ങനെ ടോട്ടൽ 7 ലെവൽ വരെ 900 രൂപ. 900 7 ലെവൽ വരെ. മനസ്സിലായ? അതിന്റെ കണക്കെടുത്ത് കഴിഞ്ഞ് ഞെട്ടിപ്പോകും. നിങ്ങൾ വന്നു ഒരു ഡയറക്റ്റ് ഒരു 5 പേരെ നിങ്ങൾ സ്പോൺസർ, 2 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ടല്ലോ, 2 പേരെ സ്പോൺസർ ആയിട്ട് കമ്മീഷൻ കിട്ടൂല്ലോ. ഒരു 5 പേരെ നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്താൽ 5 × 1400 എത്ര കിട്ടും? ഞാൻ തന്നെ പറയണത് 1400 × 5. സ്കൂളിലൊന്നും പോയിട്ടില്ല നിങ്ങൾ, എത്ര കിട്ടുക? എല്ലാരും സയൻസ് പഠിച്ചാണല്ലേ? ഞാൻ ഹിസ്റ്ററി പഠിക്കുകയാണ്. ഇന്നലെ ഒരാൾ കണക്കറിയില്ല സാറേ. 1400 × 5 7000 രൂപ കിട്ടും. ഈ 5 പേര് 2 പേരെ കൊണ്ടുവന്നുള്ളൂ. നമ്മൾ തന്നെ ആരെ 5 പേരെ കൊണ്ട് ഇതൊക്കെ പ്രാന്ത. 2 പേരെ കൊണ്ടുവന്നുള്ളൂ. 5 പേര് 2 പേരെ കൊണ്ടുവന്നാൽ സെക്കൻഡ് ലെവൽ 10 ആളായോ? 10 പേര് മേടിച്ചാൽ എത്ര കിട്ടും? ഒരാൾക്ക് 900 വെച്ച് സെക്കൻഡ് ലെവൽ 10 പേര് മേടിച്ചാൽ എത്ര കിട്ടും? 10 × 900 9000. 9 പേരും 16,000. 2 ലെവലിൽ നടന്നു 16,000. വീട്ടിലെ ചെലവിൽ നമുക്ക് ഇഷ്ടം പോലെ കാശായി. മൂന്നാമത്തെ ലെവലിൽ 10. ആ 10 പേര് 2 പേരെ കൊണ്ടു. 20 പേര് 900 മേടിച്ചത്രേ 18,000. 16 × 18 34,000 രൂപയായി. 3 ലെവൽ എത്തുമ്പോ നാലാമത്തെ ലെവൽ എത്ര വരും? 20 40 ആവൂലേ? ഇങ്ങനെ നിങ്ങൾ 7 ലെവൽ, നമ്മുടെ റഫറൽ ഉൾപ്പെടെ 8 ലെവല്, ഈ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ കൂട്ടി നോക്കി 8 ലെവൽ വരെ നിങ്ങൾ അവരൊന്ന് സംരക്ഷിച്ച് നിർത്തിയാൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ റീപർച്ചേസ് ഇൻകം മാത്രമേ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടിക്കോ. 11.5 ലക്ഷം രൂപ എവരി 20 ഡേയ്സ്. ഓരോ 20 ദിവസം കൂടുമ്പോഴും 11.5 ലക്ഷം രൂപ ഈ ഇൻകം മാത്രം ഉണ്ടാവും. 20 ദിവസം കൂടുമ്പോ റീപർച്ചേസ് 11.5 ലക്ഷം രൂപ. ഇനി വേണ്ട, ഇതൊന്നും പറ്റിയില്ല. നിങ്ങൾക്ക് 2 പേരുണ്ടല്ലോ ഇപ്പൊ, അതുമില്ലേ? ഇങ്ങനെ ഉണ്ടാകണം പുതുതായിട്ട് ആളുകൾ. ആ 2 പേരിലൂടെ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടല്ലോ, ഒരു 2, 2, 2, 4, 8, 16, 32, 64 ഇങ്ങനെ പോയാൽ പോലും 20 ദിവസം കഴിയുമ്പോ മിനിമം ഗ്യാരണ്ടീഡ് 5 lakhs rupees, 5 ലക്ഷം രൂപ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും സുഹൃത്തുക്കളെ. ഇതിങ്ങനെ റീപർച്ചേസ് പല ഉൽപ്പന്നങ്ങൾ, പേസ്റ്റ് തീരൂലേ, സോപ്പ് തീരൂലേ, ഷാമ്പു തീരൂലേ, അഗ്രികൾച്ചർ പ്രോഡക്ട്സ് വളവും തീരും. കിട്ടിയ മനസ്സിലായ കളി തുടങ്ങാൻ വേണ്ടി പോകുന്നതാണ്. ഇതാണ് ഇൻകം. തകർക്കാൻ പോവാണ്. ബയോട്ടോറിയം ഒരു ട്രെൻഡായി മാറാൻ പോവാണ്, ഒരു സംശയമില്ല. മറ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി അന്ന് MD ഒരു 6 മാസം മുമ്പ് ഞാൻ ഓഫീസിൽ നിന്നവരോട് പറഞ്ഞു, മനോജ് ഇനി ബയോട്ടോറിയം ഉണ്ടാവുള്ളൂ ഡയറക്ട് സെല്ലിംഗിൽ നിന്ന്. ഞാൻ വിചാരിച്ചു MD സാറിന്റെ വട്ടായി പോയത്, ഞാൻ വിചാരിച്ച വട്ടായി പോകും. പക്ഷെ ഇപ്പൊ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ് സാറിന്റെ രഹസ്യം പുറത്തേക്ക് വന്നത്. ബയോട്ടോറിയം മാത്രമേ ഡയറക്ട് സെല്ലിംഗിന്റെ രാജകുമാരനായിട്ട് ഇവിടെ ഉണ്ടാവുള്ളൂ എന്റെ മുൻ സുഹൃത്തുക്കളെ. ഒരു സംശയം കൊണ്ട് അതുകൊണ്ട് കട്ടക്ക് നിന്ന് അടിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാകാതെ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതൽ പറയാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പൂർണ്ണ ആവേശത്തോട് കൂടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടെ ഇറങ്ങണം. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2025 മിനിമം ഒരു 101 കോടീശ്വരന്മാരെ നിരത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. ആ പ്രോഗ്രാം സെന്ററിലേക്ക് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുട്ടികളും നല്ലൊരു പ്രീമിയം കാറിൽ ആ സ്റ്റേജിൽ വന്നിരുന്ന് വൺസ് ഇയർ അച്ചീവർ ആയിട്ട് മാറാൻ വേണ്ടി തയ്യാറാവണം. ആരും റെഡിയല്ലേ? റെഡിയാണോ? ആ കോടീശ്വര പദവിയിലേക്ക് ഞാനൊന്ന് ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുന്ന ആളുകൾ ഒന്ന് കൈവക്കിയേ. ഒരു ആവേശത്തോടൊന്ന് കൈവക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയടിയാവാം. ഈ ഉറച്ച തീരുമാനം, ഇതിനുള്ള മുന്നേറ്റം, ശക്തി, അതിനുള്ള കോൺഫിഡൻസ്, അതിനുള്ള ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വിജയം നിങ്ങളെ ഇങ്ങോട്ട് തേടി വരും. വിജയം ആരുടെ കുത്തുകയൊന്നുമില്ല കേട്ടാ. ഞങ്ങൾക്ക് 3-4 ആൾക്കൊന്നല്ല ഈ കോടി കിട്ടാൻ വേണ്ടി പോകുന്നത്. വിജയം പൊരുതി നേടാനുള്ളതാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കുന്നുണ്ട്. നമ്മുടെ കൂടെ വന്ന് നിന്നാ മതി, ഈ പ്രോഗ്രാമിൽ വന്നാ മതി. ലിഫ്റ്റ് കയറിയാൽ ലിഫ്റ്റ് തനിയെ പൊങ്ങൂല, നിങ്ങൾ എടുത്ത് പൊക്കണോ? ലിഫ്റ്റ് കയറി ഇങ്ങനെ അടിച്ചെങ്ങനെ പൊങ്ങുന്നത്. അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിലേക്ക് വന്നാൽ മതി. നിങ്ങളെ തനിയെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് വലിയൊരു ജീവിത വിജയം നേടാൻ നമുക്ക് സാധിക്കും. അല്ലേ? ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം? പാടുന്നില്ല ഇല്ലേ? കേട്ടില്ല നിങ്ങളെ പാട്ട്? അവസാനം നമുക്ക് സന്തോഷം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ തോന്നില്ല. ഇപ്പൊ എങ്ങനെ ഇവിടുന്ന് പോയാൽ മതി. ഈ കഷ്ടപ്പാട്, ദാരിദ്ര്യം, പുറത്തേക്ക് ഇറങ്ങുമ്പോ പൈസ കൊടുക്കണം ഇല്ലേ? ആ പൈസ കൊടുത്തിട്ടില്ല, ഈ പൈസ അടച്ചിട്ടില്ല, അവിടുന്ന് നോട്ടീസ്, ജപ്തി നോട്ടീസ്, അത് പോയി, മായ പോയി, എല്ലാം പോയി. എല്ലാ താങ്കളും ദുഃഖമായിപ്പോ. പക്ഷെ നിങ്ങൾ കട്ടക്ക് ബയോട്ടോറിയം കൂട്ടിപ്പിടിച്ചാൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ഈ പാടിയ പാട്ട് നിങ്ങൾ പാടും അല്ലേ? ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. സാധിക്കോ? അത് സാധിക്കോ? എല്ലാവർക്കും
ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനുള്ള ഊർജ്ജവും ശക്തിയും നിങ്ങൾക്ക് ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വയറ്റോടിയൻ നമ്പർ 1 ട്രെൻഡാണ്, ഒരു സംശയം വേണ്ട. എല്ലാവരും കട്ടകൾ തുടർന്നിട്ടുണ്ടെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സൗത്ത് ഇന്ത്യയിൽ കൂടും ലീഡേഴ്സ് എല്ലാവരും നിങ്ങളുടെ കൊണ്ടുപോയിട്ട് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവർക്കും വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.